നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൽഫ ന്യൂമറിക് കോഡ് ഈസ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഫ ന്യൂമറിക് കോഡ് ഏതാന്ന് പറഞ്ഞാൽ ആസ്കി ആണ്. ആസ്കി വാല്യൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഓരോ കീസിനും അതിനനുസരിച്ചിട്ടുള്ള ആസ്കി വാല്യൂസ് ആണ് ഇതിനെ എന്തായിക്കാൻ നമ്മുടെ ബൈനറി വാല്യൂസിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു കോഡിനെ പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ്. ആസ്കിയുടെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു കോഡാണ് ഏതെന്ന് പറയുന്നത് ആസ്കി. അതായത് നമ്മുടെ കീബോർഡിലുള്ള ഓരോ കീസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂസ് ഉണ്ട്. അപ്പം A64 അങ്ങനെ ഓരോന്നിനും ഉണ്ട്. @64A ആണെന്ന് എനിക്ക് തോന്നുന്നു. @ അങ്ങനെ ഓരോന്നിനും ഓരോ ആസ്കി വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിനെയാണ് നമ്മൾ A എന്ന് പറയുന്ന ക്യാരക്ടർ പ്രസ് ചെയ്യുമ്പോൾ ഈ ആസ്കി വാല്യൂ, ആ ഒരു വാല്യൂവിനെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ആൽഫ ന്യൂമറിക് കോഡ് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആസ്കി ആണ്. ആസ്കി എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് മെയിൽ എക്സ്ചേഞ്ച് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് വിച്ച് പ്രോട്ടോകോൾ. അതായത് നമ്മൾ പ്രോട്ടോകോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്കൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പം ഓരോ പ്രോട്ടോകോൾ, ഇപ്പം FTP എന്തിനു വേണ്ടിയിട്ടാണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് മെയിൽ എക്സ്ചേഞ്ച്, ഇലക്ട്രോണിക് മെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇമെയിൽ. അപ്പോൾ ഇമെയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? FTP ആണോ, HTTP ആണോ, SMTP ആണോ, TCP ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. SMTP ആണ് ഇലക്ട്രോണിക് മെയിൽ എക്സ്ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ വൈറസ് ഈസ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാൽവെയർ ആണോ, സ്പൈവെയർ ആണോ, ഹാർഡ്വെയർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നതാണ് മാൽവെയർ എന്ന് പറയുന്നത്. അതായത് മലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഡോക്യുമെന്റ്സിന് നമുക്ക് എന്ത് പറയാം? സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. അകത്തുള്ള ഡോക്യുമെൻറ്റ്സ് അല്ല, അകത്തുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിന് എന്ത് പറയാം? സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യുന്ന മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഏത് പറയുന്നത്? മാൽവെയർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മാൽവെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ക്യാഷ് മെമ്മറി ആക്ട്സ് ബിറ്റ്വീൻ. ക്യാഷ് മെമ്മറി ഏതിൻ്റെയൊക്കെ ഇടയിലാണ് ആക്ട് ചെയ്യുന്നത്? CPUവിൻ്റെയും റാമിൻ്റെയും ഇടയിലാണ് ക്യാഷ് മെമ്മറി ആക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസ് ആണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു സ്മോളസ്റ്റ് മെമ്മറിയാണ്. കുറച്ച് ഡേറ്റ മാത്രമേ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് CPUവിൻ്റെയും റാമിൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇപ്പം എന്തെങ്കിലും ഒരു ഡേറ്റ വേണം, CPUവിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ആദ്യമേ പോയി നോക്കുന്നത്? ക്യാഷ് മെമ്മറിയിലുണ്ടോ എന്ന് നോക്കും. ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ മാത്രമേ എവിടെ പോയി നോക്കത്തുള്ളൂ? മെയിൻ മെമ്മറിയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് അവിടെ നിന്ന് ഡേറ്റ എടുക്കത്തുള്ളൂ. അപ്പോൾ ക്യാഷ് മെമ്മറിക്കും റാമിനും ഇടയിൽ ആക്ട് ചെയ്യുന്നത് ആരാണ്? CPUവിനും റാമിനും ഇടയിലാണ് ആക്ട് ചെയ്യുന്നത്? ക്യാഷ് മെമ്മറി ആക്ട് ചെയ്യുന്നത്. ഇന്നൊക്കെ നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ. ഇതിൽ സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ അല്ലാത്തത് ഏത്? ബിങ്, ask.com, യാഹു, റെഡിഫ്. ഇതിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്? സെർച്ച് എഞ്ചിൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിങ് എന്താണ്? സെർച്ച് എഞ്ചിനാണ്. ask.com എന്താണ്? സെർച്ച് എഞ്ചിനാണ്. യാഹു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? റെഡിഫ് ആണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. അടുത്ത് നോക്കിയത്, സ്മോളസ്റ്റ് വേർഷൻ ഓഫ് ആൻ ഇമേജ് ഈസ് കാൾഡ്. ഒരു ഇമേജിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വേർഷൻ അതിനെ എന്ത് പറയാം? നമുക്ക് തംബ്നെയിൽ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, പോർട്ടബിൾ ഡിവൈസ് ഫോർ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടബിൾ ഡിവൈസ് ഏതാണ്? റൂട്ടറാണോ, മോഡമാണോ, ഡോങ്കിൾ ആണോ, ബ്രിഡ്ജ് ആണോ? ഏതാണ് പോർട്ടബിൾ ഡിവൈസ് ഫോർ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ? അപ്പോൾ ഏതാണ്? റൂട്ടറാണോ, മോഡമാണോ, ഡോങ്കിൾ ആണോ, ബ്രിഡ്ജ് ആണോ? ഏതാണ്?
ഡോങ്കിൾ ആണ് നമ്മുടെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് പോർട്ടബിൾ ഡിവൈസ് എന്ന് പറയുന്നത് ഡോങ്കിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹോട്ട്മെയിൽ വാസ് ഇൻവെന്റഡ് ബൈ, ആരാണ് ഹോട്ട്മെയിൽ ഇൻവെന്റ് ചെയ്തത്? സബീർ ഫാട്ടിയ ആണ്. അടുത്തത് മൈക്രോ കൺട്രോളർ കണ്ടെയ്ൻസ്, ഒരു മൈക്രോ കൺട്രോളറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എന്തൊക്കെയാണ്? CPU, റാം, റോം, IO പാർട്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത്? മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. നോക്കി, വിച്ച് ടൈപ്പ് ഓഫ് മൗസ് യൂസ് LED ടു ഡിറ്റക്ട് ദ മൂവ്മെന്റ് ഓഫ് എ കഴ്സർ ഓൺ എ സ്ക്രീൻ? നമ്മുടെ സ്ക്രീനിലെ കഴ്സറിന്റെ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് LED ലൈറ്റ് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് മൗസ് ആണ്? ഒപ്റ്റിക്കൽ മൗസ് ആണ്. 2 ടൈപ്പ് മൗസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്, ഒപ്റ്റിക്കൽ മൗസും മെക്കാനിക്കൽ മൗസും. മെക്കാനിക്കൽ മൗസിൽ ആ മൗസിന്റെ ബോട്ടം സർഫസിൽ ബോളാണുള്ളത്, ബോൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി ഒപ്റ്റിക്കൽ മൗസ് ാണെന്നുണ്ടെങ്കിൽ എന്താണ്? ലൈറ്റ് ബീം അല്ലെങ്കിൽ LED ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് ആന്റിവൈറസ്. ഇതിനകത്ത് ആന്റിവൈറസിന് എക്സാമ്പിൾ ഏതാണ്? ക്യുക്ഹീൽ ആണോ, കാസ്പെർസ്കി ആണോ, മാക്ഫി ആണോ, ഓൾ ഓഫ് ദി എബോ ആണോ? ഏതാണ് ഇതിൽ? ക്യുക്ഹീൽ എന്താണ്? ആന്റിവൈറസ് ആണ്. കാസ്പെർസ്കിയും ആന്റിവൈറസ് ആണ്. മാക്ഫിയും ആന്റിവൈറസ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യുണീക്ക് അഡ്രസ് ഫോർ ഈച്ച് വെബ് പേജ് ഈസ് നോൺ ആസ്. ഓരോ വെബ് പേജിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കാം. എന്താ? യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിനെ പറയുന്ന വെബ് പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് ഓരോ വെബ് പേജിൻ്റെയും യുണീക്ക് അഡ്രസ്സിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? URL അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പേജസിനെയും എന്താ പറയുന്നത്? വെബ് പേജ് എന്നാണ് പറയുന്നത്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജ്. ഈ വെബ് പേജസിൻ്റെ കളക്ഷനാണ് വെബ്സൈറ്റ്. നമ്മളൊരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഒരു പേജല്ല നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരുപാട് പേജുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ വെബ് പേജസിൻ്റെ എല്ലാം കളക്ഷനാണ് വെബ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1000 10,000 കണക്കിന് വെബ് പേജ് ആയിരിക്കും ഒരു വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോന്നിനും എന്ത് കാണും? ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഓരോ അഡ്രസ്സ് ഉണ്ട്. ആ യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സാണ് URL അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. അടുത്ത, നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഡേറ്റ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഇതിലേതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഡിവൈസ് ഡ്രൈവർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് ഏതെന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്. അതെന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഫീൽഡ് ഇൻ ഇമെയിൽ? ഇമെയിലിൽ വാലിഡ് ഫീൽഡ് അല്ലാത്തത് ഏതാണ്? CC, CCC, BCC, സബ്ജക്റ്റ്. CC എന്താണ്? CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, ഇത് നമ്മുടെ ഇമെയിലിലുള്ളതാണ്. CCC എന്താണ്? BCC എന്താണ്? സബ്ജക്റ്റ് എന്താണ്? BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നതാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്തുണ്ട്? നമ്മുടെ സിസ്റ്റത്തിൽ അല്ല, നമുക്ക് ഇമെയിൽ അയക്കുമ്പോൾ നമ്മുടെ ഇമെയിൽ കമ്പോസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇമെയിൽ സെൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ കാണും? സബ്ജക്റ്റ് കാണും, CC കാണും, BCC കാണും. ഇല്ലാത്തത് ഏതാണ്? CCC എന്ന ഓപ്ഷനാണ് അതിലില്ലാത്തത്. അടുത്തത്, ഇന്റേണൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ ഹൗസ്ഡ് ഇൻ. ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇന്റേണൽ കമ്പോണൻസ് എല്ലാം കാണുന്ന പാർട്ട് ഏതാണ്? CPU ആണോ, ഹാർഡ്വെയർ ആണോ, സോഫ്റ്റ്വെയർ ആണോ, മദർ ബോർഡ് ആണോ? ഏതാണ്? മദർ ബോർഡ് ആണ്. ക്രൂഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടാണ് ഇത് മദർ ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത, വിച്ച് കീ ഡിലീറ്റ്സ് ദ ക്യാരക്ടർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ. ഒരു കഴ്സറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്യുന്ന കീ ഏതാണ്? ഹോം ആണോ, ബാക്ക് സ്പേസ് ആണോ, സ്പേസ് ആണോ, ഡിലീറ്റ് ആണോ? ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത്? ഒരു കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ എൻ്റെ കഴ്സർ ഇരിക്കുന്നു, ഇതിന് ഞാൻ ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലുള്ള ഡേറ്റയാണ് പോകുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറാണ് പോകുന്നത്. ഇനി ഡിലീറ്റ് കീ ആണെങ്കിലോ, നമ്മൾ ഡിലീറ്റ് കീ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ഡിലീറ്റ് കൊടുത്തപ്പോൾ ഇതാ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള H എന്ന് പറയുന്നതാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് കീയും ലെഫ്റ്റ് സൈഡിലുള്ള
പറയുകയാണെങ്കിൽ ബാക്ക് സ്പേസുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പെർമനന്റ് മെമ്മറി ബിൽറ്റ് ഇൻ ടു ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിനകത്തുള്ള പെർമനന്റ് മെമ്മറി ഏതാണ്? റാം ആണോ, റോം ആണോ, ഫ്ലാഷ് ഡ്രൈവ് ആണോ, നൺ ഓഫ് ദീസ് ആണ്? ഏതാണ്? റോം ആണ് കമ്പ്യൂട്ടറിനകത്തുള്ള പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു റീഡ് ഉള്ളി മെമ്മറിയാണ്. അതിനകത്തുള്ള ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ പെരിഫറൽ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു അക്സെപ്റ്റ് ഡേറ്റ ആൻഡ് സെൻഡ് ഇറ്റ് ടു പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് കോൾഡ്. അതായത് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസ് ആണ്. പെരിഫറൽ ഡിവൈസ് എന്ന് വെച്ചാൽ നമ്മുടെ പുറമേയുള്ള ഡിവൈസസ് ആണ്. അതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ അക്സെപ്റ്റ് ഡേറ്റ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് സെൻഡ് ഇറ്റ് ടു പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്നിട്ട് അതെന്ത് ചെയ്യുക? പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഡിവൈസിനെ പറയുന്ന പേരെന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണോ, ഡേറ്റ ഡിവൈസ് ആണോ, ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, പ്രോസസ്സിംഗ് ഡിവൈസ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഡേറ്റ അക്സെപ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ടു കണക്ട് കമ്പ്യൂട്ടർ ആൻഡ് ടെലഫോൺ മോഡം. കമ്പ്യൂട്ടറിനെയും ടെലഫോൺ മോഡം അല്ല, ദ ഡിവൈസ് യൂസ്ഡ് ടു കണക്ട് കമ്പ്യൂട്ടർ ആൻഡ് ടെലഫോൺ. കമ്പ്യൂട്ടറിനെയും ടെലഫോണിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? മോഡം. മോഡത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നതാണ് മോഡത്തിൻ്റെ ഫുൾ ഫോം. അടുത്തത്, കോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ലൈൻസ് ഓഫ് വേരിയസ് തിക്നെസ് വിച്ച് മേ ബി ഒപ്റ്റിക്കലി റീഡ്. അതായത് ഇതൊരു കോഡാണ്, അതിനകത്ത് ലൈറ്റും ഡാർക്കുമായിട്ടുള്ള ലൈൻസ് ആയിരിക്കും ഉണ്ടാകുക. ആ ലൈറ്റ് ആൻഡ് ഡാർക്ക് ലൈൻസ് എന്ന് പറയുന്നത് പല തിക്നെസ്സിലുള്ളതായിരിക്കും. വിച്ച് മേ ബി ഒപ്റ്റിക്കലി റീഡ്. ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഒപ്റ്റിക്കലി റീഡ് ചെയ്യുക. ഒപ്റ്റിക്കൽ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് പോലെയുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന ആ കോഡിനെ പറയുന്ന പേരെന്താണ്? ബാർകോഡ് എന്നാണ് പറയുന്നത്. ബാർകോഡ് റീഡർ വെച്ചിട്ടാണ് എന്തിനെ റീഡ് ചെയ്യുന്നത്? ബാർകോഡിനെ റീഡ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, യൂണിക്കോഡ് ഈസ് ഡാഷ് ബിറ്റ് വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് അപ് ടു 65,536 ക്യാരക്ടേഴ്സ്. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാണ്? നമുക്ക് 65,536 ക്യാരക്ടേഴ്സിനെ യൂണിക്കോഡ് വെച്ച് യൂസ് ചെയ്യാം. എത്ര ബിറ്റ് ഉണ്ടത്? അതെന്ന് പറയുന്നത് 16 ബിറ്റാണ്. യൂണിക്കോഡ് 16 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 65,536 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2⁻16 ആണ്. ഇത് 65,536. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് .com ഡൊമെയിൻ റെപ്രസെൻറ്റ്? .com എന്ന് പറയുന്ന ഡൊമെയിൻ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എന്തിനെയാണ്? കൊമേഴ്ഷ്യൽ ഡൊമെയിൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സൈറ്റുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത, ആൻ ഇമേജ് ഈസ് മോസ്റ്റ് പോപ്പുലർലി സ്റ്റോർഡ് ആസ് ഡാഷ് ഫോർമാറ്റ്. ഒരു ഇമേജ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഏത് ഫോർമാറ്റ് ആയിരിക്കും? JPEG ഫോർമാറ്റിലായിരിക്കും. JPEG എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നതാണ് JPEGയുടെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ഹാസ് ദി എബിലിറ്റി ടു മേക്ക് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ആൻഡ് ടു അറ്റാച്ച് ഇറ്റ്സെൽഫ് ടു അതർ ആപ്ലിക്കേഷൻ ഓർ ഫയൽസ്. എന്താണ്? ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. അത് സ്വന്തമായിട്ട് അതിൻ്റെ കോപ്പീസ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് ഫയൽസിൻ്റെ കൂടെയൊക്കെ അറ്റാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിന് എന്ത് പറയാം? വൈറസ് എന്ന് പറയാം. വൈറസിൻ്റെ ഫുൾ ഫോം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നതാണ്. വൈറസിൻ്റെ ഫുൾ ഫോമും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. അടുത്തത്, ഡൊമെയിൻ നെയിം ഓഫ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ്. ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് .gov ആയിരിക്കും. കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിൽ .com ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അസൈൻഡ് ടു എ കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു നെറ്റ്വർക്ക് ഈസ് നോൺ ആസ്. അതായത് ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യുണീക്ക് അഡ്രസ്സ് ഏതാണ്? അതിന് പറയുന്ന പേരാണ് IP അഡ്രസ്സ്. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ 10 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 കമ്പ്യൂട്ടറിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിന് 10 IP അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ്. അടുത്തത്, ഇൻ കമ്പ്യൂട്ടർ മോണിറ്റർ ആൻ ഇമേജ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഡോട്ട്സ് കാൾഡ്. കമ്പ്യൂട്ടറിൽ മോണിറ്ററിൽ ഓരോ ഇമേജിനെയും മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് എന്താ പറയുന്നത്? പിക്സൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഇമേജിൻ്റെയും സ്മോൾ പാർട്സ്, അതിനെ നമുക്ക് എന്ത് പറയാം? പിക്സൽ എന്ന് പറയാം. പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചർ എലമെൻറ്റ് എന്നതാണ് പിക്സലിൻ്റെ ഫുൾ ഫോം. ഓരോ പിക്ചറിൻ്റെയും ഏറ്റവും സ്മോളസ്റ്റ്
സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്, സ്മോൾ ഡോട്ട്സ്, അതിനെയാണ് എന്ത് പറയുന്നത്, പിക്സൽ എന്ന് പറയുന്നത്. അടുത്തത് ഡിജിറ്റൽ ഇമേജസ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ യൂസിങ്. ഡിജിറ്റൽ ഇമേജസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഏത് വഴിയാണ്, നമ്മൾ ഡിജിറ്റൽ ക്യാമറ വഴിയാണ് ഡിജിറ്റൽ ഇമേജസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ഇമെയിൽ മെസ്സേജ് ഈസ്. ആദ്യമായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത ഇമെയിൽ മെസ്സേജ്, അതായത് ഇമെയിൽ വഴി നമ്മൾ ആദ്യമായിട്ട് അയച്ച മെസ്സേജ് ഏതാണ്? കൊട്ടി UIOP എന്നതാണ് ഇമെയിൽ മെസ്സേജ്. നമ്മൾ കീബോർഡ് പഠിച്ചപ്പോൾ പറഞ്ഞു, കീബോർഡിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത് കൊട്ടി ലേഔട്ട് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ, കൊട്ടി ലേഔട്ട്. ഈ കൊട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, എന്താണ്, കീബോർഡിലെ ഏറ്റവും മുകളിലുള്ള ആ ഒരു റോയിലുള്ള ആദ്യത്തെ ലെറ്റേഴ്സാണ് ഏതെന്ന് പറയുന്നത്, കൊട്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇമെയിൽ വഴി ആദ്യമായിട്ട് അയച്ച മെസ്സേജ് ഏതാണെന്ന് ചോദിച്ചാൽ കൊട്ടി UIOP ആണ്. ഈ കൊട്ടി UIOP എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കീബോർഡിലെ ഏറ്റവും മുകളിൽ നമ്മൾ കൊട്ടി ഇല്ലേ, ആ ഒരു ലെയറിൽ, ആ ഒരു ലൈനിൽ അത്രയും ലെറ്റേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്, കൊട്ടി UIOP എന്ന് പറയുന്നത്. നോക്കിയ എക്സ്പാൻഷൻ ഓഫ് ഡിവിഡിയുടെ ഫുൾ ഫോം എന്താണ്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നതാണ് ഡിവിഡിയുടെ ഫുൾ ഫോം. CD എന്താണ്, കോമ്പാക്റ്റ് ഡിസ്ക് എന്നതാണ് CDയുടെ ഫുൾ ഫോം. DVD ആണെങ്കിൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇന്ന് പറയുന്നൊരു 30 ക്വസ്റ്റ്യനോളം പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഇത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്, അതായത് കമ്പ്യൂട്ടർ ബേസിക് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ആ ബേസിക്കിൽ നിന്നും നമ്മൾ പഠിച്ച അത്രയും ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്